എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരാണ്. അങ്ങനെ ഏത് കാര്യവും ശകലം വൈകിയാൽ അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമായി അതിനെ കാണുക. ഇപ്പോൾ തന്നെ ഒത്തിരി ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഈ മുഖ്യമന്ത്രി പദം ആർക്കാണ് ലഭിക്കുന്നതെന്ന് അറിയാത്തൊരു സാഹചര്യമാണ്. അതിന് പല രീതിയിലും ഹൈക്കമാൻഡിലും ഒക്കെ ആലോചനകൾ നടക്കുകയാണ്. അവർക്ക് ആരെ മുഖ്യമന്ത്രി ആക്കണം എന്നൊരു ഉറച്ച തീരുമാനമെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അത് വാസ്തവമാണ്. എന്നാൽ ഒത്തിരി നീട്ടിക്കൊണ്ട് പോണതും അത്ര ഉചിതമല്ല. ഹൈക്കമാൻഡിനോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ ഏത് തീരുമാനമെടുത്താലും കേരളത്തിൽ ഒരു ബൈ ഇലക്ഷൻ, അത് MLAക്കോ MP-ക്കോ വേണ്ടി ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരിക്കലും ഹൈക്കമാൻഡ് ചെയ്യരുത്. അത് ആത്മഹത്യാപരമായിരിക്കും. കേരളത്തിലുള്ള മൊത്തം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒന്നായിരിക്കും ഒരു ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ വിചാരിച്ചേക്കാം നിങ്ങൾ ഇരിക്കൂറിൽ ആരെങ്കിലും കൊണ്ട് നിർത്തി ഒക്കെ നിങ്ങൾക്ക് ഈസിയായിട്ടൊക്കെ ജയിപ്പിക്കാൻ സാധിക്കുമെന്ന്. ഒരിക്കലുമില്ല, തോക്കത്തേ ഉള്ളൂ. 2 സ്ഥലത്ത് നിർത്തിയാലും അതിന് ആ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരായിരിക്കും. അവർ ഒരിക്കലും ഒരു ബൈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടില്ല. ഒരിക്കൽ കൂടി പറയുന്നു, ഏതാണ്ട് കാശ്മീർ മുതൽ ഈ കന്യാകുമാരി വരെ കാൽനടയായി പോയി ഈ കോൺഗ്രസ്സിന് കൂടുതൽ കരുത്ത് പകരാൻ നടത്തിയ ആ പദയാത്രയ്ക്ക് ഒരു വില കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ വളരെ അടുപ്പമായി കഴിയുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ പറ്റിക്കരുത്. ഇത് ഞാൻ പറയുന്ന KC വേണുഗോപാലിനോടാണ്. നിങ്ങൾ സെൻട്രലിൽ നിങ്ങൾ അർഹിച്ചതിലും ഉപരിയുള്ള ഒരു പവറാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. അതുകൊണ്ടുള്ള കോട്ടങ്ങളും നേട്ടങ്ങളും പബ്ലിക്കിനറിയാം, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് പോയ കാലങ്ങളിൽ നിങ്ങളിൽ ഉണ്ടായ നിങ്ങൾ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടായ അപാകതകളെ കറക്റ്റ് ചെയ്ത് വീണ്ടും മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്രവർത്തനവും വളരെ ശക്തി ഉള്ളതായി തന്നെ മാറും. മറിച്ച് ഇതിനെല്ലാം വലിച്ചെറിഞ്ഞ് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രി കസേരയും മോഹിച്ച് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കേരളത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ കേരളത്തെയും തകർക്കും, ഈ കോൺഗ്രസിനെയും തകർക്കും, ഈ അനുഭാവികളെയും പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങൾ അകറ്റും. അത് നിങ്ങളിൽ കൂടി ഉണ്ടാകരുത്. വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ ഒരു മുഖ്യമന്ത്രി ആകാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങളെ ആരെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ തകർക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം കൂടിയെന്ന് മാത്രം കരുതുക. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. താങ്കൾക്കറിയാം, താങ്കളെ എപ്പോഴും ഈ പപ്പുമോൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്, മോദിജി. ആ വിളിക്ക് ഇപ്പോൾ കുറച്ച് ശമനമുണ്ട്. പക്ഷേ നിങ്ങൾ ഈ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള ഏതെങ്കിലും സാഹചര്യം ശ്രീ രാഹുൽ ഗാന്ധിയിലൂടെ ഉണ്ടായാൽ നിങ്ങൾക്ക് കാണുന്നവരെല്ലാം നിങ്ങളെ പപ്പു എന്ന് വിളിക്കുള്ളൂ. കാരണം നിങ്ങളൊരു ചെറുപ്പക്കാരനാണ്, ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്, ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യുന്നതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ അതിന് നീണ്ട ആലോചനകളും നീണ്ട ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യ മുന്നണി നിങ്ങൾ നേതൃത്വം കൊടുത്തു, പ്രതീക്ഷിച്ച രീതിയിലുള്ള അതിനൊരു ഐക്യം കെട്ടിപ്പടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ അനുഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ കിട്ടിയ ഈ ജയം ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതെല്ലാം മാക്സിമം നിങ്ങളായിട്ട് ചെയ്യുന്നതല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ആരെങ്കിലും നിങ്ങളോട് എന്തു പറഞ്ഞാലും അതിനെ നിങ്ങൾ സത്യമായി കാണുന്നു, അതെന്തോ വലിയ കാര്യമാണെന്ന് കരുതുന്നു. അവിടെയാണ് എല്ലാ നേതാക്കന്മാരും അടിതെറ്റുന്ന ആ ഒരു ഗതികേട് നിങ്ങളിൽ ഉണ്ടാകരുത്. ഒന്ന് ശ്രമിക്കുക. അത് ശ്രീ രാജീവ് ഗാന്ധി ആയിരുന്നാലും ഖാർഗെ ആയിരുന്നാലും ശരി, നമ്മുടെ മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, AK ആൻ്റണി, VM സുധീരൻ, നിങ്ങളൊക്കെ ഇതിന് ഉറച്ചൊരു തീരുമാനമെടുക്കണം. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.
വളരെ 10 വർഷം കിടന്ന് ജീർണിച്ച് നാറി ഒരു പണത്തിൽ നിന്ന് ജസ്റ്റ് മുക്തിയായപ്പോൾ ഇവിടെ ഈ തമ്മിലടിക്കുന്നുള്ള സ്വഭാവം അത്ര നന്നല്ല. അങ്ങനെയാണെങ്കിൽ കെ.സി. വേണുഗോപാലിന് പരസ്യമായിട്ട് ആദ്യമേ MP സ്ഥാനം രാജിവെച്ച് ഇവിടെ ഒന്ന് ഇലക്ഷനിൽ നിന്ന് ജയിക്കാമായിരുന്നു. അപ്പോൾ ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് അബദ്ധമാണ്. അത് ഒരിക്കലും ആരും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനമാണ് നിങ്ങളുടെ ഈ മുഖ്യമന്ത്രി മോഹം. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ ഒരുമാതിരി ഫൂളാക്കുന്നതും അവർക്ക് ബുദ്ധിയില്ലാത്തവരാണെന്ന് കരുതിയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നിങ്ങൾക്ക് നല്ലൊരു പൊസിഷൻ, നിങ്ങൾ അർഹിക്കുന്നതിനപ്പുറമുള്ളൊരു പൊസിഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ വർക്കിംഗ് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് കളയാതിരിക്കുക. അവസാനം അതും പോകും ഇതും പോകും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. സ്വയം കുഴിച്ച് അതിൽ തന്നെ മരണം വരിക്കാതിരിക്കുക. പ്ലീസ്. ജനങ്ങളെ എപ്പോഴും വിഡ്ഢിയാക്കാൻ സാധിക്കില്ല. ബുദ്ധിയുള്ളവരാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ഇങ്ങനെ കൂടുതൽ ഈ വെറുപ്പും കുതുകാലി വെട്ടലും ഇല്ലാത്തതാണ് കോൺഗ്രസ്സിൽ. പക്ഷേ അതിന് തുടക്കം നിങ്ങളായിട്ട് കുറിക്കരുത്. അത് വളരെ പ്രധാനമാണ്. സോ ഖാർഗെജിയോടും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ശ്രീ AK ആൻ്റണി, ശ്രീ സുധീരൻ ഉള്ള എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഒരു രീതിയിലും കേരളത്തിൽ ഒരു ബൈ ഇലക്ഷനുള്ള സാഹചര്യം നിങ്ങൾ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കരുത്. അതുണ്ടാക്കിയാൽ അതിൻ്റെ ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കുന്നതിനപ്പുറം മോശമായിരിക്കും എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഒരിക്കൽ കൂടി പറയുന്നു, കേന്ദ്ര നേതൃത്വത്തിന് നല്ല ബുദ്ധി വരട്ടെ, അവർക്ക് നല്ല തോന്നലുണ്ടാകട്ടെ, നല്ലൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു അനുഗ്രഹം ഈശ്വരൻ നിന്നും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.